ഒരു നേതാവിൻ്റെ പേര് കേട്ടാൽ ജനസാഗരം ഇരമ്പെത്തുന്ന ഒരു മാജിക് അത് കേരളം മുൻപ് പലകുറി കണ്ടിട്ടുണ്ട്. ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പബ്ലിസിറ്റിക്കായും പല വഴികളുള്ളപ്പോൾ പുതിയ കാലത്ത് അങ്ങനെ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ആരാ ഉള്ളത്? സിയ സുസനും ആരത്തിയും അന്വേഷിക്കുകയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ ആരാണെന്ന്. കാണാം വൈറ്റ് ടോക്ക്. Let's just ask Kochi. Yeah, Kochi. ചേട്ടാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. Let's ask. What's up? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ സ്വസ്ഥം നിങ്ങമണം കഴിക്കാൻ പൈസ കൊടുത്തോണ്ട് Let's ask. നമ്മളതിന് ഓടി അങ്ങോട്ട് എന്നെ പോയേ. മലയാളികൾ കുറെ കൊള്ളണം, പഠിക്കണം. നമ്മളിപ്പോ നിൽക്കുന്നത് നഗര ഹൃദയത്തിലാണ്. നമുക്ക് പകരമായിട്ട് ഇന്നൊരു രാഷ്ട്രീയ നേതാവാണ് ഇവിടെ നിന്നിരുന്നെങ്കിൽ ജനസാഗരമായത്. അത് ശരിയാ. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ BS, നയനാർ, ഉമ്മൻചാണ്ടി ഇവരൊക്കെ നല്ല ക്രൗഡ് പുള്ളിംഗ് നേതാക്കന്മാരായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവ് ആരായിരിക്കും? എന്നാ പിന്നെ ഇന്നത്തെ വൈറ്റ് ടോക്കിൽ നമുക്ക് അത് തന്നെ ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നല്ലൊരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവ് ആര്? Come on. കേരളത്തിലെ ഇപ്പോഴുള്ള നേതാക്കന്മാരിൽ ഒരു ക്രൗഡ് പുള്ളിംഗ്, അതായത് ഈ നേതാവ് വന്ന ജനങ്ങളൊക്കെ കൂടും എന്ന് തോന്നുന്ന ഒരു നേതാവിന്റെ പേര് പറഞ്ഞ ആരെ പറയും? ആ സ്റ്റാൻഡേർഡിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരില്ല. നേതാക്കന്മാരുണ്ട്, പക്ഷെ അവരുടെ ഇതിനകത്തൊന്നും പറ്റാൻ പറ്റില്ല. അങ്ങനെ കൂടി വരുന്ന ഒരാളുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അങ്ങേര് മരിച്ചുപോയി. ഇപ്പം അങ്ങനെ പറയാൻ ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉള്ളതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അറിയില്ല, എനിക്കങ്ങനെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. എന്തുകൊണ്ടാ ചേച്ചി? പുള്ളി നല്ലൊരു നേതാവല്ലേ, ശക്തനായൊരു നേതാവാണ്. ശക്തനായ നേതാവാണ്. ആള് കൂടും. നരേന്ദ്രമോദി തന്നെയാണ്. വേറെ സംശയം എന്താ? നരേന്ദ്രമോദി എത്തി. സംശയമുണ്ടോ? കേരളത്തിലോ? കേരളത്തില് പിണറായി വിജയൻ കുഴപ്പമില്ല, രമേശ് ചെന്നിത്തല കുഴപ്പമില്ല, സതീശൻ സാർ കുഴപ്പമില്ല. എന്താ ആൾ കൂടും? നിങ്ങൾ കൂടൂലേ? രാഷ്ട്രീയത്തില് ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് വെച്ചാൽ ഈ നേതാവ് എത്തിക്കഴിഞ്ഞാൽ ജനം കൂടുമെന്ന് തോന്നുന്ന ഒരു നേതാവിന്റെ പേര് പറയുകയാണെങ്കിൽ ആരായിരിക്കും ചേട്ടാ? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. എന്തുകൊണ്ടാ സുരേഷ് ഗോപി? എന്തുകൊണ്ട് സുരേഷ് ഗോപി? സിനിമയിലൊക്കെ നല്ല ഇഷ്ടമാണ്. മന്ത്രിമാരങ്ങളെ ഒറ്റണം എന്നല്ല, സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 99% കൾച്ചറില്ലാത്ത ആൾക്കാരാണ് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരിൽ ആരും ഒരു അങ്ങനെ ഒരു നല്ല നേതാവ് വിജയനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. വീണ്ടും വരണം. മലയാളികൾ കുറെ കൊള്ളണം, പഠിക്കണം. കേരളത്തിലെ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് VS ആയിരുന്നു ആള് പോയത്. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ തോന്നുന്നില്ല. കേരളത്തിൽ പറയാൻ വേണ്ടി പറ്റുന്ന ആരും കാണുന്നില്ല. പിന്നെ ഞാൻ ഇന്ത്യൻ അത് ഉമ്മൻചാണ്ടിയായിരുന്നു. അതൊരു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. അത് പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല പറയുന്നത്, വ്യക്തിപരമായി. ക്രൗഡ് പുള്ളിംഗ് നേതാവെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നേതാവ് ആരാ? ഉമ്മൻചാണ്ടി മരിച്ചില്ല. ഇപ്പൊ നിലവിലെ നേതാക്കന്മാര് ഇല്ല, തോന്നിയില്ല. നിന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തില് ഒരു നേതാവ് ആളൊരു ക്രൗഡ് പുള്ളർ എന്ന് വെച്ചാൽ ആള് വന്നു കഴിഞ്ഞാൽ ജനം കൂടും, അങ്ങനെ നേതാവിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആളുടെ പേര് പറയും? ഷാഫി പറമ്പ്. കാരണം എന്താ? ഞാനൊരു യുവത്തിന്റെ ഒരു ഇതാണല്ലോ, നന്നായിട്ട് പ്രസംഗിക്കുന്നതായിട്ട് ആൾക്കാരെ കയ്യിലെടുക്കും. ആരാണ്? ഷാഫി പറമ്പ്. ഒരു ഹൈബീഡ് എന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കൊച്ചിയിലൊക്കെ അത്യാവശ്യം നല്ല പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. പുള്ളി വന്നതോടെ അത്യാവശ്യം നല്ല രാഷ്ട്രീയമാണ് പുള്ളിയുടെ ഇതായിട്ട്. പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും. നോർമലി കൂടുമല്ലോ, ചീഫ് മിനിസ്റ്റർ അല്ലേ, അപ്പം അതുവഴി കൂടാല്ലോ. നമ്മളെ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള പുതിയ നേതാക്കന്മാരെ തപ്പി വന്നിട്ടേ അങ്ങനെ ഒരു നേതാവിനെ ജനങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനാകുന്നില്ല. ഇപ്പോഴും എല്ലാവരും പഴയ നേതാക്കന്മാരുടെ പേരാ പറയുന്നത്. അത് ഈ പുതിയ നേതാക്കന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ്, യെസ് ആർഡിഎജി. ബൈ ബൈ.